ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്നതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നതുമായ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 8ഓളം സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നയൻതാര, സിദ്ധാർത്ഥ്, മാധവ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തമിഴ് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് വരുന്നത്. അടുത്തത് ഒരു ഡാർക്ക് കോമഡി സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവി ആയിരുന്നു മിക്കി 17 എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഡീറ്റെയിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ഈ സിനിമയുടെ ഡീറ്റെയിൽ റിലീസ് ഉണ്ടാവുക. അടുത്തൊരു കന്നഡ മൂവിയാണ്. ഒരു കന്നഡ ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ചു മണ്ടാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫ്രഞ്ച് മൂവിയാണ്. കാർ ജാക്കേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫ്രഞ്ച് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പീറ്റർ പാൻസ് നെവർലാൻഡ് നൈറ്റ്മെയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. ലഹരായി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു കന്നഡ മൂവിയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. എമർജൻസി എക്സിറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ ഉണ്ണിമുകുന്ദനും നിഖില വിമലും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സും സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും പിന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും സർപ്രൈസ് റിലീസ് ആയിരിക്കും ഈ സിനിമയുടെ. സർപ്രൈസ് റിലീസാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ മാസം പകുതിയോടുകൂടി ഏകദേശം വിഷു റിലീസൊക്കെ ആയിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യാം. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. നാളെ മറ്റന്നാളായിട്ട് പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോ നാളെയൊക്കെ ആയിട്ട് ഏതെങ്കിലും സിനിമകൾ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സർപ്രൈസ് റിലീസൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.